എടി ഈ ചെറുപഴങ്ങൾ വെച്ചിട്ട് നീ എന്ത് കാട്ടായം കാണിക്കുന്നേ? അതെ, ഞാൻ ശരിക്കും പഴംപൊരി ഉണ്ടാക്കിയത് നേന്ത്രപ്പഴം വെച്ചിട്ട്. അപ്പൊ മാവ് കുറച്ച് ബാക്കിയായി. അപ്പൊ കുറച്ച് ചെറുപഴം പുട്ടിനാണ് ചെറുപഴം ഇരിക്കണ്ടായിരുന്നു. അപ്പൊ ഈ മാവ് കാട്ടിക്കാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ടേസ്റ്റ് ഉണ്ടാക്കും. ചെറുപഴം വെച്ചുണ്ടാക്കിയ എന്താ കുഴപ്പം? ഇതേ കണ്ണങ്കായാണ്, കണ്ണങ്കായ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നോക്കി നല്ല ഭംഗി കാണാൻ തന്നെ നല്ല രസം ഉണ്ടാവും. എന്താ നല്ല രസം കാണാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കും. ഉണ്ടാക്കി തിന്നു നോക്ക, വെറുതെ മാവ് കളയണ്ടല്ല. ഇത് ഞാലിപ്പൂവനല്ലേ? ഇത് കണ്ണമ്പഴം പഴുത്തത്. ഞാലിപ്പൂവനാണോ ഇത്? ഞാലിപ്പൂവനാണോ? മോനെ വാങ്ങിച്ചിട്ടുണ്ടെന്ന ഞാലിപ്പൂവൻ. അപ്പൊ ഞാലിപ്പൂവനായിരിക്കും. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. തിന്നോക്ക നമുക്ക്. അല്ലെങ്കിൽ പിന്നെ മാവ് വെറുതെ കളയണ്ടേ. അപ്പൊ മാവ് കളയാതിരിക്കാൻ വേണ്ടിക്ക് ബാക്കി വരികയാണെങ്കിൽ ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിത് പഴംപൊരിക്കായിട്ടുള്ള മാവായതുകൊണ്ട് കുറച്ച് മധുരമുണ്ട്. അപ്പൊ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ബ്രെഡ് പൊരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് ബ്രെഡ് ഇരിക്കുന്നില്ല. അതല്ലെങ്കിൽ മറ്റേ ഇതിലിട്ടാ വഴുതനങ്ങ വെക്കില്ല. വഴുതനങ്ങ വട്ട അരിഞ്ഞിട്ട് ഇതിനകത്തിട്ട് പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിനകത്ത് കുറച്ചൊരു കുരുമുളക് പൊടി അങ്ങനത്തെ ഇട്ടോട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതിപ്പോ നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇതൊന്ന് വാഴാറായിട്ടുണ്ട്. നോക്കട്ടെ. തിന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് തിന്ന് നോക്കൂ. ഇത് തിന്ന് നോക്കും പറയും. നിങ്ങൾ എന്തായാലും ചങ്കള എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന് ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നോട് പറയണോട്ടാ. ഏതായാലും ഞാൻ കാണിക്കണ്ട് ആൾക്കാരെ നോക്കൂ. ചെറുപഴം, അതായത് ഞാലിപ്പൂവൻ ഫ്രൈ ആണ് കാണുന്നത്. ഞാലിപ്പൂവൻ പഴംപൊരി. നല്ല മണം വരുന്നില്ലേ? നല്ല മണമൊക്കെ ഉണ്ട്. അതിൽ നീ നെയ്യ് കൂട്ടിയിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. നെയ്യൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. നല്ല മണം വരുന്നു. മഴ വരുന്നുണ്ട്. മഴ അല്ലാണ്ട് എപ്പോഴേ നാക്ക് സ്ലിപ്പായി പോവണ്ട ചങ്കള. എന്ത് പറയാനും നല്ല മണമല്ലടി, നല്ല സുഗന്ധം എന്ന് പറയും. നല്ല സുഗന്ധം വരുന്നത്. എന്താ മണം എന്താ കുഴപ്പം? മണത്തിനെന്താ കുഴപ്പം? നമ്മള് മണഗുണാഞ്ചം എന്നൊക്കെ പറയുന്ന. അപ്പൊ ചങ്കാള നോക്കിയ നമ്മുടെ ചെറുപഴം കൊണ്ട് ഉണ്ടാക്കി പഴംപൊരി കണ്ട. ഇത് ഞാൻ ചെറുപഴം വേണമെന്ന് വെച്ചുണ്ടാക്കിയതല്ലാട്ടാ. ഞാനേ നമ്മുടെ ഇതിപ്പോ നമ്മുടെ എന്താ പറയാ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ നമ്മളിത് വേറെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട നീ കണ്ടോ? നമ്മള് വേറെ പഴംപൊരി ഉണ്ടായിട്ട് പൊന്നു വന്നിട്ട് ചായ കൂടി ഉള്ളു. അപ്പൊ ചായക്ക് വേറെ പഴംപൊരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് ആ മാവ് ബാക്കി വന്നപ്പോ ഉണ്ടാക്കിയതാണ് ചങ്കള. അപ്പൊ എണ്ണ കഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇതാ നമ്മുടെ അതിശയകരമായ ഒരു ചെറുപഴം പൊരി. പഴംപൊരി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് ചെറുപഴംപൊരിയാണ് ഇവിടെ കാണുന്നത്. അതിനായി ഞാൻ ഇന്നലെ കൊണ്ടുവന്ന ഞാലിപ്പൂവൻ പഴം, പുട്ടിനായി കൊണ്ടുവന്ന ഞാലിപ്പൂവൻ കട്ടെടുത്തിട്ടാണ് ഇവിടെ പുട്ടിലല്ല. അപ്പൊ ആ പഴം അവിടെ ഇരിക്കും. പുട്ടുണ്ടെങ്കിലാണ് ഇവരെല്ലാവരും തിന്നത്തുള്ളൂ. പുട്ടില്ലേ. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെന്തായാലും ഒരു തിന്നോളൂ. ഒരു തിന്നില്ലെങ്കിൽ ഞാൻ തിന്നു. അല്ല, ഇതിന്റെ ടേസ്റ്റ് നോക്കിയാ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ്സിന് അല്ലെങ്കിൽ നമ്മുടെ ലൈക്കേഴ്സിനെല്ലാം നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടേ? അപ്പൊ അവർക്കെല്ലാം പാർസൽ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഗൈസ്, അപ്പൊ ചങ്കുകളെ നമ്മൾ പാർസൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അവരങ്ങനെ പരീക്ഷണത്തിന് വെക്കില്ല. എന്തായാലും ഞങ്ങളെ അവരറിയാം. കൊച്ചു തിന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അയച്ചറിയാം. അത് മതി. നമ്മളങ്ങനെ നിങ്ങളെ ബുദ്ധാക്കില്ല ചങ്കൾ. നിങ്ങളെ എന്താ പറയാ, നിങ്ങൾക്ക് ദോഷം വരുന്നൊന്നും നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ മാവ് വന്നിട്ട് മാവ് കുറച്ച് ബാക്കിയായി. അപ്പോൾ ഇവിടെ വേറൊരു സാധനം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കാടമുട്ടയാണ്. അപ്പോൾ നമ്മൾ സമ്പൂർണമായ ശാരീരികമായ ഒരു ബലവും ശാരീരികമായ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഇടയിൽ ഇതാ അത് ചെറുപഴം പൊരി ഉദ്ഘാടനം ചെയ്തു. ചെറുപഴം പൊരി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. കൈയൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല് ഇത്ര നേരം എന്റെ കൈയിട്ട് കുഴച്ചതാണ്. ഇപ്പൊ ഇത്ര നേരം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ചങ്കാണ് നമുക്ക് നമ്മുടെ ചെറുപഴം പൊരി തിന്നോക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഒരെണ്ണം ഒഴിഞ്ഞ് നിർത്തുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് വെട്ടി വയർത്ത്. ഓ, ഭയങ്കര ചൂടാണ് ഞങ്ങളെ. ടേസ്റ്റ് ഉണ്ടാ? വാവ് വെക്ക്. അതെ, സാധാരണഗതിയിൽ നമ്മൾ എല്ലാ യൂട്യൂബർമാരും ഇത് അടുക്കളക്കാരും പാചകക്കാരും
ചെയ്യുന്നതാണ്. അവർ ചില സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയട്ടെ അവർ ചില സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം സത്യമായിട്ടല്ല ചങ്കളെ, സത്യമായിട്ടല്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം. അപ്പൊ ഞാലിപ്പൂവനാണ് പഴം, ഞാനത് പൊരിച്ചെടുത്തിട്ടുണ്ട്. സത്യമായിട്ടും അടിപൊളി ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ട് പൊടി അവള് തിന്നിട്ട് കൊള്ളില്ല, തിന്നണ്ട. രണ്ടാമത്തെ എടുത്തിട്ടോട്ട് അവളിപ്പോ സത്യമായിട്ട് ഞങ്ങൾ അടിപൊളി ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാട്ടാ. ഇനി രണ്ടാം ഇതിന് തുടരുന്നത് ഞാൻ തിന്നോളാം. അതായത് ഇത് കേൾക്കുന്ന ബാബു, അശോകൻ, രാമകൃഷ്ണൻ എല്ലാവർക്കും ആ ബാബുവിന് വേണ്ടിട്ട് ഒരു വാവ്. അതാരൊക്കെ ബാബു രമേശിനൊക്കെ വെറുതെ ഒരു കോതയ്ക്ക് പണ്ടറിന്ന് മിണ്ടാട് പോലെ കിച്ചു. അപ്പൊ ഒക്കെ ചങ്കള അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണട്ടോ. ബാക്കി വരുന്ന മാവ് എന്നിട്ട് പിന്നെ മാവ് ബാക്കിയായി ചങ്കളിനി. അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കിട്ടോ. ചെറിയൊരു നല്ലൊരു ചവർപ്പും മധുരമുള്ള ഒരു സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് വാവ് വെക്കുന്നില്ല, മോശമില്ല. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചെറുപഴം മുക്കിപ്പൊരിച്ച് നോക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്, ചെറുപഴം എന്ന് പറഞ്ഞാൽ എല്ലാ പഴം ആവുമെന്ന് എനിക്കറിയില്ല. ഇത് എന്താടി കണ്ണമ്പഴം, ഇവിടെ എന്താ പറയുക, ഞാലിപ്പൂവനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഞാലിപ്പൂവൻ പൊതുവെ നല്ല ടേസ്റ്റുള്ളൊരു കുഞ്ഞു പഴമാണ്. അതിൻ്റെ ടേസ്റ്റ് ഗംഭീരമായിട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം അത് മുക്കിപ്പൊരിച്ചതാണ് ചെറുപഴം പൊരി. ജീവിതത്തിൽ ആദ്യം അതെ, ചെറുപഴത്തിൻ്റെ ഒരു ചുവപ്പ്. അപ്പോൾ സത്യം പറഞ്ഞ ഒരു കുക്കർ, അല്ലെങ്കിൽ സത്യം പറഞ്ഞ കുക്കിന് 1000 അഭിവാദ്യങ്ങൾ. ഒരു ചെറിയ ചവർപ്പുണ്ട്, ആ ചവർപ്പ് ഒരു ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അല്ല, വാവ് മാത്രം വെക്കരുത്, ഉള്ള കാര്യം പറയുക. ഇതാണ് ടേസ്റ്റ്. ഒരു ചവർപ്പ് കലർന്ന മധുരമാണ്. നല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കഴിച്ചു കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ ഡിംപിൾസ് ഒക്കെ ഈ നുണക്കുഴിയൊക്കെ വരുമോ? അപ്പൊ ഞാൻ എന്റെ സൈഡിൽ ഇങ്ങനെ കുഴിയുണ്ടല്ലോ, ഇത് കുഴി. അപ്പൊ ചങ്കുകളെ പറയൂ. അല്ല, അപ്പൊ ചങ്കുകളെന്ന് ഞാൻ പറയാം, ബാക്കി പറഞ്ഞു. അപ്പൊ ചങ്കളെ, അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓണത്തിന്റെ നല്ല കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം ചങ്കളെ. അപ്പൊ എല്ലാവരും ഓണം അടിച്ചൊളിച്ച് ആഘോഷിക്കുക. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ഓണം ചങ്കളെ. അപ്പൊ ടാറ്റാ, ബൈ ബൈ. അപ്പൊ ഇതൊരു ഓണം അഡ്വാൻസ് ആയിട്ടൊരു ഓണം സ്പെഷ്യൽ ആണോ? ഓണത്തിന് പുതിയതായി ഓണം സ്പെഷ്യൽ ആണോ ഇത്? ഇത് ഓണം സ്പെഷ്യൽ ഒന്നുമില്ല, ഓണം സ്പെഷ്യൽ വേറെ വരും. അപ്പൊ ഓണത്തിന് ചങ്കുകളെ, ഓണത്തിന് വേറെ സ്പെഷ്യൽ വരുന്നതായിരിക്കും. ഇത് ഓണത്തിന്റെ സ്പെഷ്യലൊന്നുമല്ല. മാവേലി അതിൻ്റെ ഇടയിൽ കൈയിടുന്നുണ്ട്. പിന്നെ മാവേലിയുടെ ശൃംഗാര ഭാവമൊക്കെ ഉണ്ട്. കഥകളി ഇവിടെ കലാമണ്ഡലം, തൃശ്ശൂർ കലാമണ്ഡലത്തിൽ നിന്ന് വന്നതാണ്, ടീച്ചറാണ് അവിടുത്തെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളുണ്ടാക്കി ഇതിൻ്റെ ടേസ്റ്റ്, ഇതിനൊന്നും വലിയ പണിയൊന്നുമില്ല. ഇത് നിങ്ങളുണ്ടാക്കി കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും വരെ വണക്കം. Subscribe now your funniest YouTube channel Archangel.